നയന വീട്ടിലെത്തിയിട്ടില്ലെന്ന ധാരണയിൽ അനന്തപുരിയിലേക്ക് വന്ന് കയറുകയാണ് അനാമിക. വന്ന ഉടനെ അവൾ നയനയുടെയും അവളുടെ വീട്ടുകാരുടെയും കുറ്റം ദേവയാനിയോട് പറഞ്ഞു തുടങ്ങുന്നു. എന്നാൽ താൻ നയനയെ തിരികെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന വിവരം ദേവയാനി അനാമികയോട് പറഞ്ഞതുമില്ല. അനാമിക താൻ വന്ന വിവരം അറിയിക്കാൻ നേരെ അനിയുടെ അടുത്തെത്തി. നയന ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ടാണ് താൻ വന്നതെന്നാണ് അനാമിക അനിയോട് പറഞ്ഞത്. അപ്പോൾ അനാമികയ്ക്ക് നയന അനന്തപുരിയിൽ എത്തിയ കാര്യം അറിയില്ലെന്ന് അനിക്ക് മനസ്സിലായി. എന്നാൽ പിന്നെ താനായി ആ ധാരണ തിരുത്തുന്നില്ലെന്നും അവൻ തീരുമാനിച്ചു. അനിയോടുള്ള വാഗ്വാദത്തിന് ശേഷം നേരെ ഹാളിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അനാമിക നയനയെ കണ്ടു ഞെട്ടിയത്. ആ ഞെട്ടലിൽ നിന്നും തിരിച്ചു വരാൻ അനാമികയ്ക്ക് കുറച്ചധികം സമയം വേണ്ടി വന്നു. നയനയോട് എപ്പോൾ വന്നെന്ന ചോദ്യത്തിനൊപ്പം നീ ഇവിടെ ഉണ്ടെങ്കിൽ താൻ വരില്ലായിരുന്നു എന്നും അനാമിക പറഞ്ഞു. എന്നാൽ അനാമികയെ വീണ്ടും ഞെട്ടിപ്പിക്കും വിധമായിരുന്നു നയനയുടെ മറുപടികൾ. നീ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകുന്നുണ്ടല്ലോ, പിന്നെ എന്തിന് തിരിച്ചു വന്നു എന്നായി നയനയുടെ ചോദ്യം. മാത്രമല്ല എനിക്ക് നാളിത്രയായിട്ടും നിന്നോടൊരു താല്പര്യമില്ലല്ലോ എന്നും നയന കൂട്ടിച്ചേർത്തു. എല്ലാം കൂടെ കേട്ടപ്പോൾ ചോദിക്കേണ്ടായിരുന്നു എന്നായി അനാമികയുടെ മനസ്സിൽ. എന്തായാലും നയന തന്നെ ഇട്ട് കുടഞ്ഞതിന്റെ ദേഷ്യം മുഴുവൻ അവൾ ദേവയാനിയോട് തീർത്തു എന്ന് വേണം പറയാൻ. അമ്മായി എന്തിനാണ് അവളെ വിളിച്ചുകൊണ്ട് വന്നതെന്നും അമ്മായിക്ക് അവളോട് സ്നേഹമല്ലേ എന്നും അനാമിക ചോദിച്ചു. എന്നാൽ ദേവയാനി ഒന്നും വിട്ടു പറയാൻ തയ്യാറായിരുന്നില്ല. അവസാനം പറയേണ്ടതെല്ലാം പറഞ്ഞ് അനാമിക മുറിയിലേക്ക് കയറിപ്പോയി. അതേസമയം ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ആദർശിനും നയനയ്ക്കും വേണ്ട ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ദേവയാനി. ആദർശിന് മുന്നിൽ പറ്റുന്ന തരത്തിലെല്ലാം ദേവയാനിയും നയനയും അഭിനയിച്ച് തകർക്കുകയാണ്. എന്നാൽ രണ്ടുപേരുടെയും പെരുമാറ്റത്തിൽ ആദർശിന് നല്ല സംശയവും തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോ സത്യം ആദർശ് കണ്ടെത്തുമോ? അമ്മായി അമ്മയ്ക്ക് മരുമകളെ ജീവനാണെന്ന് അവന് മനസ്സിലാവുമോ? സംഭവബഹുലമായ കഥകളുമായി പത്തരമാറ്റ്.